മീനമാസത്തിലെ 10-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന 20 ദിവസങ്ങളിലും മാർച്ച് മാസം 24-ാം തീയതി മുതൽ തുടങ്ങുന്ന ഈ നക്ഷത്രമണ്ഡലം പരിപാടിയിലെ ഒരു ചില ദിവസങ്ങൾ വിട്ടുപോയതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കണം എന്നാണ് ആദ്യമായി പറയേണ്ടത്. ചില സാഹചര്യങ്ങൾ മൂലം ഒരു ചില ദിവസങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. എങ്കിലും ഈ മീനമാസം 10-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിലെ നക്ഷത്രമണ്ഡലത്തിലേക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഏതു തരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെയാണ് മേടക്കൂറുകാരെയാണ് ആദ്യമായിട്ട് പറയുക. അത് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രഭാഗങ്ങൾ എല്ലാവർക്കും അറിയും, എന്നാൽ കൂടി പറയുകയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ കാത്തിരിക്കുന്നത് ഒരുപാട് സമാധാനങ്ങൾ കിട്ടുന്ന സമയങ്ങളായിട്ടാണ്. അത് എന്തുകൊണ്ടെന്ന് ഗ്രഹനിലയിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി എടുത്തു പറയേണ്ട ചില സ്ഥിതികളുണ്ട്. 30 വർഷങ്ങളിൽ ഒരിക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളുടെ സ്ഥലങ്ങളെയും കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഈ ശനിയൊക്കെ മാറുന്നുണ്ട്. ശനി മാറുന്നത് കഠോരമാവുന്ന ഒരു സ്ഥലത്തേക്കല്ല. അങ്ങനെ പറയുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരായിരിക്കില്ല. എങ്കിലും പറയുകയാണ്, ശനി മാറുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ്, അതായത് മീനൻ രാശിയിലേക്ക്. മീനൻ രാശി ശുക്രൻ്റെയും കൂടി ഒരു കാരകത്തുണ്ട്. അപ്പോൾ ഇതോടുകൂടെ തന്നെ അതിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യൻ മീനമാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അപൂർവമായിക്കൊണ്ട് ഈ 4 ഗ്രഹങ്ങളെ കൊണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ സമയങ്ങളിലെ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ചും മേടൻ രാശിക്കാർ, അവർക്ക് 12-ാം ഭാവാധിപനാണ് മീനൻ രാശി വരിക. അങ്ങനെ വരുമ്പോൾ 12-ാം ഭാവാധിപനിൽ വരുന്ന ഈ സഞ്ചാരകാലങ്ങൾ അവർക്ക് ചില നല്ല ഫലങ്ങളാണ് തരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും വിജയിക്കുന്ന ഒരവസരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ബുധശുക്രന്മാർ, രാഹു, അതുപോലെ തന്നെ സൂര്യൻ ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഈ അവസരങ്ങളിൽ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ചില അഭിമാന നേട്ടങ്ങളാണ്. ശുക്രനെ കൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം ഇപ്പോൾ വക്രത്തിൽ വരുന്ന വ്യാഴം ഇപ്പോൾ തത്സമയം ഈ മീനമാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 2-ലാണ്. അത് ഇടവൻ രാശിയിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ദോഷമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ ഇനി മാറുന്നുണ്ട്. മാറുന്ന സമയത്ത് ചില മാറ്റങ്ങളും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിനെ കൊണ്ട് നേട്ടങ്ങളാണ്, മറ്റുള്ള 4 ഗ്രഹങ്ങളെ കൊണ്ട് നേട്ടങ്ങളാണ്. അപ്പോൾ ഇവർക്ക് പൊതുവെ ഒരു നല്ല സമാധാനവും കുടുംബ അന്തരീക്ഷങ്ങളും, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് സന്തോഷങ്ങളും, അതുപോലെ തന്നെ ബിസിനസ്സുകാരാണെങ്കിൽ മെച്ചങ്ങളുമൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സന്തോഷപൂർവ്വം കഴിയുന്ന ഒരവസരങ്ങളിൽ ഇവർക്ക് ദോഷസ്ഥാനത്തുള്ളത് ഒരേ ഒരു ഗ്രഹങ്ങളാണ്. അത് ചൊവ്വയാണ് താനും. അതായത് മേടൻ രാശിയുടെ അധിപനാണ് ചൊവ്വ. ഈ ചൊവ്വയെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയ്ക്ക് മാത്രമായിക്കൊണ്ടൊരു വഴിപാട് കഴിക്കുകയും ചൊവ്വയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരുപാട് സന്തോഷം കിട്ടും. ചൊവ്വയെ കാണുന്നത് ഭഗവതി സാന്നിധ്യത്തിൽ തട്ടകത്തിൽ ഭഗവതിക്ക്, ചൊവ്വ ഭഗവതിയായി സങ്കല്പിച്ചുകൊണ്ട് തട്ടകത്തിൽ ഭഗവതിക്ക് കഠിന പായസം, വിളക്ക് മാല വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ ഭഗവത് സേവ കഴിക്കുക. തീർച്ചയായിട്ടും ഈ 2 വഴിപാടും കൊണ്ടും നല്ല ബലം കിട്ടിക്കൊണ്ട് പൂർണ്ണമായ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇവരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നതും വളരെ നല്ല സമയം തന്നെയാണ്. സന്തോഷങ്ങൾ വരുന്നതും അവിചാരിതമായിട്ട് ഉദ്യോഗത്തിൽ കയറ്റങ്ങൾ കിട്ടുന്നതും സന്തോഷങ്ങൾ കൂടി വരുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാനായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ട വഴിപാട് ചൊവ്വയ്ക്ക് തന്നെയാണ് താനും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏവർക്കും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല മേടമാസം വരുമ്പോഴും ഇവരെ കാത്തിരിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവൻ രാശിയിലേക്ക് മാറാം. ഇടവൻ രാശിയിലെ
ലഗ്നാൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചില നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് അറിയണ്ടേ? കർക്കിടകം അല്ല, മേടൻ രാശിയിൽ പറഞ്ഞ പോലെ തന്നെ കാർത്തികയുടെ മുക്കാഭാഗം, രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാർക്ക്, ഇവർക്കും കർക്കിടകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയെക്കൊണ്ട് ചില തിക്തഫലങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെയാണ് കാണേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട. ഇവരെ സംബന്ധിച്ചും വ്യാഴത്തിനെ കൊണ്ട് ചെറിയ തടസ്സങ്ങളുണ്ട്, എന്നാൽ പിന്നീട് നേട്ടങ്ങളുണ്ട്. ഇവർക്കിനി വരും കാലം കാത്തിരിക്കുന്നതൊക്കെ മേടത്തിൻ്റെ ദിശ മാറുകയാണ്. അതായത് വ്യാഴത്തിൻ്റെ ദിശ മാറുകയാണ്. വ്യാഴത്തിൻ്റെ ദിശ മാറുമ്പോൾ അത് മിഥുന രാശിയിലേക്കാണ് മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ ഇവർക്ക് വീണ്ടും 2-ൽ വ്യാഴം വന്നുകൊണ്ട് വാക്ക്, പ്രവൃത്തി, കർമ്മം ഇതുകൊണ്ട് ചില വിജയങ്ങളും അവിചാരിതമായ നേട്ടങ്ങളൊക്കെ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. എങ്കിലും തത്സമയം ലഗ്നാൽ വ്യാഴം വരുന്നത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെ തിക്തഫലങ്ങളൊന്നുമില്ല, സമാധാനങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവർക്ക് ഈ ദോഷങ്ങളും അതുപോലെ തന്നെ ശുക്രൻ മൗഢ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീനരാശിയിലാണല്ലോ, ഇതുകൊണ്ട് ചെറിയ ചില അസ്വസ്ഥതകൾ വരാം. അതായത് മാനസിക പ്രയാസങ്ങൾ, കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർക്ക്, ഏറ്റവും പ്രധാനമായിട്ട് കുടുംബനാഥന് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവർക്ക് ദേഹാസ്വസ്ഥതകൾ വരികയും അതുകൊണ്ട് ചില മാനസിക പ്രയാസങ്ങൾ വരികയൊക്കെ സംഭവിക്കാവുന്ന സ്ഥിതിയിലാണ് കാണുന്നത്. ഇതൊക്കെ ഈ തരത്തിൽ അവസരങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിക്കൊണ്ടും ക്ഷേത്ര വഴിപാടുകളുണ്ട്. ചികിത്സ പോലെ തന്നെ ക്ഷേത്ര വഴിപാടുകളും ചെയ്യുമ്പോൾ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നേട്ടങ്ങൾ വരാം, ദോഷങ്ങൾ വരിക എന്നാണ്. ദേഹദോഷങ്ങളായിട്ടാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. അത് ഏവർക്കും ഗ്രഹനില മാറുമ്പോൾ ഏവർക്കും സംഭവിക്കേണ്ട അവസരങ്ങൾ തന്നെയാണ്. ശനി ശിവനെ കൂടെ ബാധിച്ചു എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യജന്മത്തിലുള്ളവർക്കും ഓരോ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ബാധിക്കണമല്ലോ. അതുപോലെ തന്നെ ശുക്രൻ്റേതായ ചെറിയ ചെറിയ ദോഷഭാവങ്ങൾ ഈ ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, അതുപോലെ തന്നെ രോഹിണി മകീരത്തിൻ്റെ ഒരു ഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാവാം. ആ പ്രയാസങ്ങളെ അതിജീവിക്കാനായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിൽ നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ നെയ്വിളക്കും വെറ്റിലമാലയും സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഇവരുടെ നക്ഷത്ര പുഷ്പാഞ്ജലി കൂടി കഴിക്കുമ്പോൾ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും ഇവർക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് മിഥുനൻ രാശിയാണ്, അല്ലെങ്കിൽ മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ മകീരത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പൂർണ്ണത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് സങ്കടങ്ങളുള്ളൊരു സമയമായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപൻ അത് ബുധനാണ്. ബുധൻ മീനൻ രാശിയിൽ കൂട്ടായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എന്താണ് സംഭവിക്കുക എന്നാണ്. അത് രാഹുവിൻ്റെ സഞ്ചാര കേന്ദ്രമാണ്, സൂര്യൻ്റെ സഞ്ചാര കേന്ദ്രമാണ്. മീനൻ രാശി ശുക്രന് ആധിപത്യമുള്ളതാണ്, അതിൽ ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മിഥുനൻ രാശിക്കാരെ കുറിച്ച് കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. മാനഹാനികളോ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസരങ്ങളോ കർമ്മസ്ഥാനം വിട്ടുപോകാൻ തോന്നിക്കുന്ന അവസരങ്ങളോ അതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ ഉണ്ടാവാമെന്ന് പറയും. മറ്റുള്ളവരുടെ വളർച്ച പോലെ തനിക്ക് വളരാത്തതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് എന്തുകൊണ്ടാണോ തനിക്ക് ഇത്തരത്തിൽ ദോഷങ്ങൾ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടും കർമ്മസ്ഥാനം മുറുകെ പിടിച്ചുകൊണ്ടും, ഏത് കർമ്മസ്ഥാനമായാലും മുറുകെ പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവും. ഇവിടെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ചെറിയ തിക്ത അനുഭവങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ ശകാരങ്ങളോ പീഡന വാക്കുകളോ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയും. ഇതിന് ഈശ്വരകൃപ, ഈശ്വര കടാക്ഷം കിട്ടാനായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ നടത്താം. അത് വ്യാഴത്തിനാവട്ടെ എന്ന് തടസ്സങ്ങളില്ലാതെ പോകാൻ വ്യാഴം എന്ന ഗ്രഹം അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ വിഷ്ണുദേവനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ സർവ്വ തടസ്സങ്ങൾക്കും മോചനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് വളരെ സങ്കടങ്ങളാണ്, ദുരിതങ്ങളാണ്, അതുപോലെ തന്നെ പരാജയങ്ങളാണ്, വീഴ്ചകൾക്ക് സാധ്യതകളുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കാണണം. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിൽ തന്നെ ശത്രുദോഷങ്ങൾ ഉണ്ടാവാമെന്ന് പറയാം. വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലാനുള്ള ചെറിയ ചില അവസരങ്ങളും ഉണ്ടാവാമെന്ന് പറയും. ഇതൊക്കെ കർമ്മസ്ഥാനത്തിലും അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ രംഗങ്ങളിലും
സങ്കടങ്ങൾ വരുത്തുന്ന അവസരങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മിഥുന രാശിക്കാരെ കുറിച്ചുകൊണ്ട് നമ്മൾ 2 ഭാഗം നക്ഷത്രക്കാർക്ക് എല്ലാം നല്ലതല്ല എന്ന് പറയുമ്പോൾ വരും കാലം ഇവർക്ക് എങ്ങനെയെന്നാണ്. തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്നത് വിഷുവര ചിന്തയിൽ വളരെ ഐശ്വര്യ അഭിവൃദ്ധികളും ഒരു വർഷക്കാലം സന്തോഷങ്ങൾ കിട്ടുന്ന അവസരങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എങ്കിലും ഈ വരുന്ന സമയം, അതായത് മീനമാസത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ഇവരെ കാത്തിരിക്കുന്നത് പരാജയ സങ്കടങ്ങളായതുകൊണ്ട് തന്നെ ഇവർ തീർച്ചയായിട്ടും ക്ഷേത്ര വഴിപാടുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ എന്ത് ക്ഷേത്ര വഴിപാടാണെന്ന് തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യാഴത്തിനാണ്. വ്യാഴം ഇവർക്ക് വരുന്നത് 12-ലാണ്. ഈ 12-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇവർക്ക് ഏറ്റവും മോശമായൊരു സമയമാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും അത് രാവണനെ വധിക്കാൻ കഴിയാത്തൊരവസരത്തിൽ ഏറ്റവും നല്ല സമയം ജ്യോത്സ്യം ചൊല്ലി കൊടുത്തതും വ്യാഴം 12-ൽ വരുന്ന സമയമാണ്. അപ്പോൾ അതുപോലെയുള്ള വ്യാഴം കഴിയുന്നൊരു സമയം കൂടിയാണ്. ഇതുവരെ ഇവർക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വ്യാഴം 12 തന്നെയായിരുന്നു. എങ്കിലും വ്യാഴമാറ്റം വരുന്ന ഈ അവസരങ്ങളിൽ വ്യാഴത്തിൻ്റെ അവസാന മാറ്റത്തിൽ ചെറിയ ചില ദോഷങ്ങൾ വരുത്താം എന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ മുറുകെ പിടിക്കേണ്ടതും വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. അതിൽ ചെയ്യേണ്ട വഴിപാട് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് വഴിപാട് കഴിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് കർക്കിടക കൂറാണ്. കർക്കിടക രാശിയിലെ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യത്തിൻ്റെ മുഴുവനായിക്കൊണ്ട് വരുന്ന 2.25 ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവുള്ളത് പുണർത്തത്തിൻ്റെ കാൽഭാഗമേ ഉള്ളൂ. പുണർത്തം പൂയം ആയില്യത്തിൻ്റെ 2.25 ഭാഗം ചേർന്ന് വരുന്ന കർക്കിടക രാശിക്കാരെ കാത്തിരിക്കുന്നതും ഒരു നല്ല സമയം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തത്സമയം ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടുകളായിരിക്കാൻ സാധ്യതയില്ല. കുടുംബത്തിൽ മാനഹാനികൾ വരും, തീർച്ചയായിട്ടും വരേണ്ടതാണ്. സന്താനങ്ങളെ കൊണ്ട് അലോസരങ്ങളും കഷ്ടങ്ങളും വരാം, സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വ്യാപാര രംഗത്താണെങ്കിൽ അഭിവൃദ്ധി കുറയുന്നൊരവസരങ്ങൾ വരാം. കഷ്ടതകൾക്കാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടത്. ദേഹദോഷങ്ങളും വരാം. കുടുംബ ബന്ധങ്ങളിലെ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ വരുത്താം. ഇത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ അവസരങ്ങളൊക്കെ ഉണ്ടാവണമെന്നാണ് ഗ്രഹനില പ്രകാരം, ചന്ദ്രരാശി പ്രകാരം കാണുന്നത്. അപ്പോൾ ഇവർക്ക് മനസമാധാനം ഇല്ല എന്നാണല്ലോ കാണുന്നത്. അതുപോലെ തന്നെ ഭവനത്തിലും സ്വസ്ഥത കിട്ടാത്ത അവസരം വരും. ഇങ്ങനെ വരുന്നതിന് മാറ്റം വരുത്താനായിക്കൊണ്ടും ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ചെയ്യേണ്ടതും തീർച്ചയായിട്ടും നാഗക്ഷേത്രത്തിൽ നാഗപൂജയ്ക്കോ അല്ലെങ്കിൽ വെള്ളരി പൂജയ്ക്കോ വഴിപാട് കൊടുക്കുക. അത് കർക്കിടക രാശിയിൽ അധിപനായി വരുന്നത് ചന്ദ്രനാണ്. അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് തന്നെ ഒരു പൂജാകർമ്മങ്ങൾ ചെയ്യുക. ഈ 2 വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക് തത്സമയം ഈ ദോഷത്തിനെ മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ട അവസരങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവരും കാത്തിരിക്കുന്നത് വിഷുഫലത്തിൽ വളരെ സന്തോഷങ്ങളാവുന്ന ചില അവസരങ്ങളുണ്ട്. അടുത്തായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ സന്തോഷങ്ങൾ നിറഞ്ഞ ചില അവസരങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ അവസരങ്ങളിൽ ഇവർക്ക് സമാധാനവും ഐശ്വര്യവും കിട്ടുമ്പോഴും അത് വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് അംഗീകരിക്കില്ല എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ പുതിയതായ ജോലിക്കാര്യങ്ങളും കിട്ടേണ്ട അവസരങ്ങൾ വരും. നേതൃത്വ പടവത്തിൽ എത്തിപ്പെടാൻ കഴിയും. രാഷ്ട്രീയക്കാരാണെങ്കിൽ നേതൃത്വങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കഴിയും. എങ്കിലും പിൻചതി കാക്കണം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവരധിപൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ചിങ്ങൻ രാശിയിൽ അധിപനായി വരുന്ന സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മീനൻ രാശിയിലാണല്ലോ. അവിടെ കൂട്ടഗ്രഹങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അലോസരങ്ങളും കഷ്ടങ്ങളും നീർക്കെട്ട് വ്യാധികൾ കഷ്ടങ്ങൾ ഒക്കെ സംഭവിക്കാം. ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ മാനഹാനികളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഇത് അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ഈ 2.25 ഭാഗം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാരയും അതുപോലെ തന്നെ കൂവളമാലയും ദേവന് ചേർത്ത് അതുപോലെ തന്നെ ഒരു കടാവിളക്ക് ആയുർദോഷങ്ങൾക്കൊന്നും
ഇല്ലാതിരിക്കാനായിക്കോട്ടെ. പിന്നീട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് അഭിവൃദ്ധി ഐശ്വര്യം വരും. അതുപോലെ തന്നെ ഇവർക്ക് ഇത് ഒരു ദിവസം വഴിപാട് കഴിച്ചുകൊണ്ടായില്ല, വേണമെങ്കിൽ ഇവർക്ക് കൂവളമാല പുഷ്പാഞ്ജലിയും കഴിക്കാം. കൂവളയില പുഷ്പാഞ്ജലി കഴിക്കാം. അത് ഈ മാനഹാനികളും തർക്കങ്ങളും വരുന്നതിനും സമാധാനം കിട്ടും. അതുപോലെ തന്നെ ചെറിയ ദേഹദോഷങ്ങൾക്കും പ്രതിവിധികളാണ്. അങ്ങനെ ചിങ്ങൻ രാശിക്കാർക്ക് കാത്തിരിക്കുന്നതും മേടൻ രാശിയിൽ അല്ലെങ്കിൽ മേടമാസം 1-ാം തീയതി മുതൽ ചെറിയ ചില നല്ല മാറ്റങ്ങൾ തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കന്നിക്കൂറിൽ ഉത്തരം മുക്കാ ഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന 2/4 ഭാഗമാണ്. ഈ 2/4 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നതും ചില സങ്കടങ്ങൾ തന്നെയാണ്. സങ്കടങ്ങൾ, ദേഹദോഷങ്ങൾ വരിക, എന്നാൽ കഷ്ടങ്ങളാണ്. അതുപോലെ തന്നെ ദുരിതങ്ങൾ വരിക. എന്നാൽ കാഴ്ചയ്ക്ക് കഠിനമായ ദോഷങ്ങളൊന്നുമില്ല, എന്നാൽ ദോഷങ്ങളുണ്ട് താനും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ കലിയുഗത്തിലാണല്ലോ ഗ്രഹങ്ങളുടെ സഞ്ചാരം. അതുപോലെ തന്നെ ഇതിൽ ഈ മിഥുനം രാശിക്കാർ, അതുപോലെ തന്നെ കന്നി രാശിക്കാരിലൊക്കെ അധിപൻ വരുന്ന ബുധൻ മീനരാശിയിൽ, അതായത് ബലക്ഷയത്തോടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല വഴിപാട് ദേഹദോഷങ്ങളും അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ശത്രുതാഭാവങ്ങൾ വരുന്ന അവസരങ്ങളും, തുലാം രാശിയാണ് ഇവരുടെ 2-ാം ഭാവം. അപ്പോൾ അതുകൊണ്ട് വരുന്ന ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് 2 വഴിപാട് കർമ്മങ്ങളാണ്. ഒന്ന്, ഈ ബുധൻ എന്ന ഗ്രഹത്തിനുള്ള വഴിപാടാണ്. അത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ്. പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് കഴിക്കുക. അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി. പിന്നീടൊന്ന് ചെയ്യേണ്ടത് ഇവരെ ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ്. ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ദേഹ കർമ്മമുട്ടുകളും ദേവിക്ക് കഠിന പായസം, വിളക്ക്, മാല വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ദേഹ ശത്രു മുട്ടുകളൊക്കെ തീർക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ കാത്തിരിക്കുന്ന വലിയ ദോഷങ്ങൾക്കൊക്കെ ചെറിയൊരു സമാധാനം കിട്ടിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. ഇവരെയും കാത്തിരിക്കുന്നത് ശനി 7-ലാണ്. അത് കണ്ടകശനിയാണ്. അതുകൊണ്ട് ഒരുപാട് ദുരിതം വരും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. ശനി അതിൻ്റേതായ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ള ഗ്രഹങ്ങൾ സന്തോഷത്തിലാണ് സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടും നേട്ടങ്ങളുണ്ടാവാം. എല്ലാ ഗ്രഹങ്ങളും എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. എന്നിരുന്നാലും ഒരു ഗ്രഹം അത്തരത്തിലാണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തെല്ലും ഭയപ്പെടാതെ കണ്ട് തീർച്ചയായും ഇവരുടെ കാര്യത്തിന് ഈ ക്ഷേത്ര വഴിപാട് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വരുന്നത് നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വിശാഖത്തിൻ്റെ ചിത്രയുടെ അരഭാഗം ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർത്ത് വരുന്ന 2/4 ഭാഗമാണ്. അപ്പോൾ ഈ 2/4 ഭാഗം ചിത്രയുടെ അരഭാഗം ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന ഈ 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് തുലാം രാശിയിൽ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 5-ൽ വ്യാഴമാണ്. അത് വളരെ സന്തോഷം, സമാധാനം കിട്ടുന്ന അവസരങ്ങളാണ്. അവിചാരിതമായിട്ട് ചില നേട്ടങ്ങളുണ്ടാവാം. ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ചില എത്തിപ്പെടലുകളുണ്ടാവാം. പക്ഷേ ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം, ഈ വാക്കുകൊണ്ട് ലോട്ടറി അടിച്ചില്ല എന്നിരുന്നാൽ അത് ജ്യോത്സ്യൻ്റെ പരാജയ വാക്കുകളല്ല. അത് ജാതകങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ജാതകത്തിൽ കാണുന്ന ശനിയുടെ സഞ്ചാരാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത് മൊത്തത്തിലൊരു ചരരാശിയിലാണല്ലോ, ചന്ദ്രരാശിയിലാണല്ലോ പറയുന്നത്. എങ്കിലും ഇവർക്ക് നേട്ടങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് ചില വിജയങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ കർമ്മരംഗം പുഷ്ടിപ്പെടാം. കൂട്ടു സുഹൃത്തുക്കളിൽ നിന്ന് നല്ലത് തന്നെ സംഭവിക്കാം. ഒന്നിൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉടലെടുക്കാൻ കഴിയും. കുടുംബാന്തരീക്ഷത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരത്തിലാണ് ഈ രാശിക്കാരെ കുറിച്ചുകൊണ്ട് ഈ മീനമാസത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതൊക്കെ ഇവർക്ക് സംഭവിക്കേണ്ട അവസരങ്ങളാണ്. എന്നിരുന്നാലും ചെറിയ ചില വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ചെറിയ ചില വാക്കുതർക്കങ്ങളോ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും വളരെ ഗൗരവമായി കാണാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. എന്തായാലും ഇവർക്ക് ഈ ശനി, അതായത് മീനരാശിയിലേക്ക് മാറുന്ന വരയ്ക്കും എന്തെങ്കിലും ഒരു നേട്ടം, ശനി ധനവാനാണല്ലോ, അതുകൊണ്ട് തന്നെ ധന അധിപനാവുന്ന ശനി എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടാണ് മാറാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്രഹം, സമ്പാദ്യം, ഇതൊക്കെ ഈ സമയങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്.
ഉണ്ടാവേണ്ടതുമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ജാതകം കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയുന്നത്. അങ്ങനെ ഇവർക്ക് കാത്തിരിക്കുമ്പോഴും ഇവരുടെ 4-ാം ഭാവാധിപൻ മനസ്സമാധാനങ്ങൾ കുറയുന്നവരാണ് കുടുംബ ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ പൂർവിക കുടുംബ ബന്ധങ്ങളിൽ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സമാധാനം കുറയുന്ന അവസരങ്ങൾ വരും, സങ്കടങ്ങൾ വരാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്മ കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്നതിൽ ചെറിയ ചില പരാജയങ്ങൾ വരാം. അങ്ങനെ ഒരു സമ്മിശ്ര ഫലം കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു ദോഷങ്ങളായി വരേണ്ടതും അറിയാതെ ചെറിയ ചില നീർക്കെട്ട് ദോഷങ്ങളും അതുപോലെ തന്നെ മാരണദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൻ വിപത്തോട് വരുന്ന പോലെയുള്ള ചെറിയ മാരണദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ മറികടക്കാനായിക്കൊണ്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട വഴിപാട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ഗുരുതി പൂജയും അതുപോലെ തന്നെ ശത്രു സംഹാര പൂജയും കഴിക്കുക എന്നാണ്. ഗുരുതി പൂജയെ പോലെ തന്നെ ശത്രു സംഹാര പൂജ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ ഇതെന്നൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും, മാരണദോഷങ്ങളെന്നൊക്കെ. അതുപോലെ തന്നെ മുട്ടും ശത്രു മുട്ടൊക്കെ തീർക്കുമ്പോഴും ഇതൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ 2-ാം ഭാവാധിപൻ അത് സ്ഥാനം കൊണ്ട് ചൊവ്വയാണ്. ചൊവ്വ ചെറിയ ചില സങ്കടങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഭഗവതിക്ക് അങ്ങനെ വഴിപാട് കഴിക്കുമ്പോൾ അത് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലാകുമ്പോൾ ഈ ചൊവ്വയും അതിൽ സമാധാനത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഇവർ ചെയ്യേണ്ട വഴിപാട് മറ്റൊന്ന് വ്യാഴത്തിനാണ്. വ്യാഴത്തിന് അതായത് വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസവും തുളസിയും മാലയും നെയ്വിളക്കും വ്യാഴാഴ്ച വ്രതങ്ങളും എടുക്കാം. അപ്പോൾ 2 ദിവസങ്ങളിൽ വ്രതം എടുക്കാൻ കഴിയുമെങ്കിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വ്രതങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ പറയുന്ന പോലെയൊക്കെ വഴിപാട് കർമ്മങ്ങൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ തടസ്സത്തിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങളുണ്ടായി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുമുണ്ട്. എങ്കിലും ഈ കോട്ടങ്ങളെല്ലാം നമുക്ക് നേട്ടങ്ങളാണ് ആവശ്യമെന്നുള്ള രൂപത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൃശ്ചികരാശിയിലെ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, അങ്ങനെയാണ് 2 ഭാഗം. ഈ 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി, ശനിദോഷം, ചില ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കർമ്മരംഗം പുഷ്ടിപ്പെടാത്ത അവസ്ഥ, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ലാത്ത അവസ്ഥ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ വരുന്ന ഈ പരാജയ ഭീതി കൊണ്ട് ഭവനത്തിൽ തന്നെ താമസിക്കാൻ കഴിയാത്ത അവസരങ്ങൾ വരും. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശാസ്താവിന് നീരാഞ്ജനം വഴിപാടും, ശാസ്താവിന് അതുപോലെ തന്നെ പായസം, അതുപോലെ തന്നെ അട വഴിപാട് കഴിക്കുകയും നെയ്വിളക്ക് സമർപ്പിക്കും. ശാസ്താവെങ്കിൽ ശത്രു ദോഷങ്ങളെല്ലാം തീരാനായിട്ട് ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. അത് ഇവർക്ക് ഒരു പരിധി വരെ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഇവർക്ക് പിന്നീട് ഏറ്റവും കഠിനമായ ദുഃഖദോഷങ്ങൾക്ക് കാരണങ്ങളാവുന്നത് ശനിയാണ്. ശനി പോക്കുവാണ്. അപ്പോൾ ശനിക്കായിക്കൊണ്ടും ശിവക്ഷേത്രത്തിലെ വഴിപാട് കഴിക്കുക. ശിവക്ഷേത്രത്തിൽ മനസ്സമാധാനത്തിനായിക്കൊണ്ട് ധാരയും അതുപോലെ തന്നെ കൂവളമാലയും കടാവിളക്കും നിവേദ്യവും കഴിക്കാം. ഇവിടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കാം. അത് വളരെ നല്ല വഴിപാടാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെ കാത്തിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് മുക്തി കിട്ടിക്കൊണ്ട് പൂർണ്ണമായ ഐശ്വര്യാഭിവൃദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഈ മീനമാസത്തിൽ കാണേണ്ടത്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരൊക്കെ ഇപ്പോൾ 3-ലെ ശനിയൊക്കെ മാറുകയാണ്. മുടി ചൂടുന്ന അവസരങ്ങൾ മാറും. അതുപോലെ തന്നെ ഇവരുടെ 2-ാം ഭാവം മകരൻ രാശിയാണ്. 4-ൽ വരുന്ന, അതായത് കുടുംബത്തിലെ സമാധാന സന്തോഷങ്ങളൊക്കെ കിട്ടുമെങ്കിലും തർക്കങ്ങളോ ദേഹദോഷങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയാം. ഇതൊക്കെ 4-ൽ വരുന്ന കാര്യങ്ങളാണ്. ലഗ്നാധിപനായി കാണുന്നതിൽ ചെറിയ ചില അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടാവും. അതായത് സമ്പാദ്യ വസ്തുക്കൾക്ക് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി സ്വീകരിക്കാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഇവരേക്ക് ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവാം. ചെറിയ തരത്തിലുള്ള നീർദോഷങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. എന്നാൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അതൊക്കെ മറികടക്കാൻ കഴിയും.
അതുപോലെ തന്നെ സ്ത്രീകൾക്കും ചെറിയ ചില ദോഷങ്ങൾ വരാം. അത് ഇനി ശനി 4ലേക്ക് പോകുമ്പോൾ കണ്ടകശനി ദോഷങ്ങളായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ തത്സമയം അത് ഗൗരവമല്ല എങ്കിലും വരും കാലങ്ങളിൽ ഗൗരവമായി തന്നെ കാണണമെന്നാണ് പറയാം. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ധനവിഷയങ്ങൾ തർക്കങ്ങളും ദോഷങ്ങളും ഇല്ലാതെ കണ്ട് നോക്കുന്നത് ഇവരെക്കുറിച്ച് വളരെ നല്ലതായിട്ടാണ് കാണേണ്ടത്. തത്സമയം ഇവരുടെ വ്യാഴത്തിനായിട്ടൊരു വഴിപാട് കഴിക്കും. അതായത് ശിവക്ഷേത്രം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രം, ഈ 2 ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് വഴിപാട് കഴിക്കാം. ശിവക്ഷേത്രത്തിലെ ശംഖുധാര കഴിക്കുക, ഓങ്കാരത്തിൽ വരുന്നത്. അത് ഈ പൊതുവേ ഈ ദേവി നാമം കൂടി വരുമല്ലോ, ശംഖുധാര കഴിക്കുമ്പോൾ ഓം വരും. ശംഖുധാര കഴിക്കുക. അതുപോലെ തന്നെ ദേവന് നേദ്യം കഴിക്കുക. അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ട് കടാവളക്കം കഴിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ട് ഒരുപാട് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവാം എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് മകരം രാശിയാണ്, അല്ലെങ്കിൽ മകരക്കൂറ്. അതിൽ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ 1/2 ഭാഗം, അങ്ങനെ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് 7.5 ശനിയൊക്കെ ഇനി മാറും. എങ്കിലും ഇപ്പോൾ തത്സമയം അനുഭവിക്കുന്ന 7.5 ശനി കൊണ്ട് അറിയാതെ വരുന്ന മനപ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെയാണ് ശത്രുദോഷങ്ങൾ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ആഴങ്ങളിലെ കഷ്ടങ്ങളിലേക്ക് പോകുന്ന അവസരങ്ങളുണ്ടാവാം. ആരോടും പറയാൻ പറ്റാത്ത ചില വേദനകളും സംഭവിക്കാമെന്ന് പറയാം. ഇതൊക്കെ മകര രാശിക്കാരെ കൊണ്ട് കാത്തിരിക്കുന്ന ചില സങ്കടദോഷങ്ങളാണ്. എന്നാൽ ഈ ദോഷങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് വരും കാലങ്ങളിൽ, അതായത് മേടമാസത്തിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തത്സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദോഷങ്ങളുടെ കഠിന പ്രയാസങ്ങൾ മാറാനായിക്കൊണ്ടും ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ എള്ളുതിരി അതുപോലെ തന്നെ അട നെയ്വിളക്കൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക്, അതായത് പ്രശ്നങ്ങൾ മറികടക്കാനായിക്കൊണ്ട് ഹനുമാൻ സ്വാമിക്കും അതുപോലെ തന്നെ മുഖക്കാപ്പ് നടത്തുന്നത് ഒരു നല്ല വഴിപാടാണ്. അതുപോലെ തന്നെ നിവേദ്യം, അത് കുഴച്ചവിൽ നെയ്വിളക്ക് സമർപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മകരക്കൂറിൽ അല്ലെങ്കിൽ മകരരാശിയിൽ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ ദുരിതദോഷങ്ങൾ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടായി ഐശ്വര്യവും അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ അടുത്തതായിട്ട് കുംഭൻ രാശി അല്ലെങ്കിൽ കുംഭക്കൂറ്. ഇതിൽ കുംഭൻ രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2ാം ഭാവത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, മീനത്തിൽ. അതുകൊണ്ട് തന്നെ കുംഭൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു തടസ്സ ദോഷത്തിലായിട്ടാണ് കാണുക. അങ്ങനെ വരുമ്പോൾ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നിയമം അല്ലെങ്കിൽ കേസുമൊക്കെ സംഭവിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ, മനപ്രയാസങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ടും ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഉത്രാടത്തിൻ്റെ 1/2 ഭാഗം, തിരുവോണം അവിട്ടം, അങ്ങനെയാണ് ഭാഗം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ മാറി സമാധാനപൂർവ്വം പോകാനും അതുപോലെ തന്നെ സന്തോഷവും ഐശ്വര്യവും സംഭവിക്കാനും ഇവർക്ക് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ശനി ദോഷ പരിഹാര പൂജയാണ്. അത് ഒറ്റ വഴിപാട് കൊണ്ട് തന്നെ എല്ലാറ്റിനും ഒരു പരിഹാരങ്ങളാവും. ജന്മശനിയെ കൊണ്ടും 2ൽ വരുന്ന മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ടും ഒക്കെ മാറിക്കൊണ്ട്, അല്ലെങ്കിലോ ഒരു നവഗ്രഹ പൂജ അങ്ങനെ ചെയ്താലും മതി. ഈ 2ൽ നവഗ്രഹ പൂജയാണെങ്കിൽ ഒന്നുകൂടി ഉത്തമമായി, കാരണം 9 ഗ്രഹങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ഈ ഇവരുടെ 2ാം ഭാവത്തിൽ വരുന്ന മീനരാശിയിൽ വരുന്ന ഗ്രഹങ്ങൾക്കും ലഗ്നത്തിൽ വരുന്ന ശനിക്കും ബാധകമാകുന്ന രൂപത്തിലാണ് ഈ നവഗ്രഹ പൂജ. തീർച്ചയായിട്ടും ഇവരെ ഈ സങ്കടങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടിക്കൊണ്ട് സർവ്വ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ സ്വസ്ഥകൾ, അതായത് ഒരു 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നതും അതിൽ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതും
രാഹുവിന് ഏറ്റവും സങ്കടങ്ങൾ വരുന്നതും സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള അവസരങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് കുടുംബങ്ങളിൽ ചില്ലറ അസ്വസ്ഥതകളും മക്കളെ കൊണ്ട് ചില സങ്കടഭീതികളും കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ പരാജയങ്ങൾ വരാം. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ചെറിയ ചില ദോഷങ്ങൾ വരാം. അപ്പോൾ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ചെയ്യേണ്ടത്, അതായത് സൂര്യൻ എന്ന ഗ്രഹത്തിനായിട്ട് ശിവക്ഷേത്രത്തിലെ സമാധാനത്തിനായിക്കൊണ്ട് ദേവന് ഒരു നിവേദ്യവും കടാവിളക്കം സമർപ്പിക്കുക. പിന്നീടൊന്ന് ബുധനാണ്. ബുധന് നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ട് ദേവന് പാൽപ്പായസവും തുളസിമാലയും വഴിപാടും ശത്രുദോഷത്തിനായിട്ട് ഒരു പാനകം വഴിപാടും കഴിക്കുക. പിന്നീട് അവിടെ ഒന്ന് രാഹുവാണ്. രാഹുവിന് ഒരു സർപ്പപൂജയായിട്ട് കഴിക്കുക. അങ്ങനെ ഈ 3 ഗ്രഹങ്ങൾക്ക് 3 വ്യത്യസ്ത പൂജാകർമ്മങ്ങൾ കഴിക്കുമ്പോൾ പിന്നീട് അതിൽ ശേഷിക്കുന്നത് ശുക്രനാണ്. ശുക്രൻ്റെ ഗ്രഹം തന്നെയാണ് മീനരാശിയും. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് പിന്നീട് വരേണ്ടത് ഒരുപാട് ഐശ്വര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മീനരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് പൂരോരട്ടാതി, ഉത്രട്ടാതി, രേവതി. പൂരോരട്ടാതി കാൽഭാഗ്യമുള്ളൂ, ഉത്രട്ടാതി, രേവതി 2 നക്ഷത്രങ്ങളും. ഇങ്ങനെ ഇവരേക്ക് വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശത്രുദോഷത്തിൻ്റെ ഗ്രഹങ്ങളെ സമാധാനപൂർവ്വം ക്ഷേത്ര വഴിപാട് കഴിക്കുമ്പോൾ പിന്നീട് വരുന്ന ഒരു ഗ്രഹം, അതായത് ശുക്രനാണ്. ശുക്രനെ കൊണ്ട് ഇവർക്ക് ഒരുപാട് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ കിട്ടാവുന്നതാണ്. ഇവിടെ ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. അങ്ങനെ ഈ പ്രാർത്ഥനയോടെ ഈ പറഞ്ഞ വഴിപാട് കഴിക്കുമ്പോൾ പിന്നീട് വരുന്ന എല്ലാ നല്ല ദിവസങ്ങളായി ശുക്രൻ നന്മ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ മാസത്തിലെ ഈ 27 നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലാണ് ഗുണങ്ങളും ദോഷങ്ങളും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി വരും കാലം, അതായത് വിഷുവര ചിന്ത ഏറ്റവും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ നല്ല പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.